നമസ്കാരം. എല്ലാ തിരക്കുകളും മാറ്റിവെച്ചു ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയി തീരണം എന്ന് കരുതി എവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും ഞാൻ സാദരം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പരമാവധി ആളുകളും വിവിധ മേഖലകളിൽ വരുമാനം വാങ്ങുന്നവരാണ്. ഇതിൽ ഒരു ജോലി ചെയ്യുന്നവരോ ബിസിനസ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഒരു വീട്ടമ്മയോ ഒരു വിദ്യാർത്ഥിയോ ഗവൺമെന്റ് എംപ്ലോയിയോ അതുമല്ലെങ്കിൽ ഒരു റിട്ടയർഡ് പേഴ്സണോ ആവാം. ഇങ്ങനെ പല മേഖലകളിലും ജോലി ചെയ്ത് ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ആഗ്രഹിക്കുന്ന ഒരാളാവാം നിങ്ങളിൽ പലരും. ഇനി ഞാൻ പറയാൻ പോകുന്ന അവസരം അത്തരത്തിൽ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. ഏതൊരാളുടെ പ്രധാന ആവശ്യങ്ങളൊന്നാണ് അവരുടെ ആരോഗ്യം, അവരുടെ വരുമാനം, അവരുടെ സ്വാതന്ത്ര്യം. എന്നാൽ 95% ആളുകൾക്കും ഇത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. സമ്പത്തുള്ളവർക്ക് ആരോഗ്യമില്ല, ആരോഗ്യമുള്ളവർക്ക് സമ്പത്തില്ല. എന്നാൽ ഇത് രണ്ടും ഉള്ളവർക്ക് ജീവിതത്തിൽ സ്വാതന്ത്ര്യമില്ല. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ 3 കാര്യങ്ങളും ഒന്നിച്ച് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അഥവാ ഒരു അവസരത്തെ പറ്റിയാണ്. ഈ ലോകത്തിൽ എല്ലാവർക്കും വരുമാനം ലഭിക്കുന്നത് 2 വഴികളിലൂടെയാണ്. ഒന്ന് ജോലി, മറ്റൊന്ന് ബിസിനസ്. ഒരാളുടെ വരുമാനം നിശ്ചയിക്കുന്നത് അയാൾ എത്ര സമയം വർക്ക് ചെയ്യുന്നു, എന്ത് വർക്ക് ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. ഒരു സാധാരണക്കാരൻ ഒരു ദിവസം ശരാശരി 8 മണിക്കൂറാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ശരാശരി വരുമാനം 40,000 രൂപ വരെയാണ് ലഭിക്കുന്നത്. എന്നാൽ 16 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ശരാശരി വരുമാനം 60,000 രൂപ വരെ മാത്രമാണ് ലഭിക്കുന്നത്. എന്നാൽ 24 മണിക്കൂറും ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 1 ലക്ഷത്തിന് താഴെ മാത്രമേ സമ്പാദിക്കുവാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ് വസ്തുത. ഇവിടെ ലഭിക്കുന്ന വരുമാനം പരിമിതമാണ്. എന്നാൽ ഒരു ബിസിനസ്മാനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ 8 മണിക്കൂറും 16 മണിക്കൂറും ജോലി ചെയ്യുന്ന ആളുകളെ വെച്ച് ജോലി ചെയ്യിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രവൃത്തി സമയം 1000-ഉം ലക്ഷങ്ങളുമായി മാറുന്നു എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വരുമാനവും ലക്ഷങ്ങൾ കോടികളുമായി മാറുന്നു. ഇവിടെ ഇൻഡിവിജ്വൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ലിമിറ്റഡ് ഇൻകം മാത്രമേ ലഭിക്കുന്നുള്ളൂ. എന്നാൽ ഒരു ബിസിനസ്മാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഇൻകം അൺലിമിറ്റഡ് ആണ്. ഇത് 1000-ഓ 10,000-ഓ വാങ്ങിക്കുന്ന ഒരു ബിസിനസ്മാൻ നാളെ ലക്ഷങ്ങൾ കോടികളുമാണ് വാങ്ങിക്കുവാൻ പോകുന്നത്. ഏതൊരു സാധാരണക്കാരനും ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ഇതൊന്നും ഇല്ലാതെ തന്നെ ലക്ഷത്തിന്റെ കോടികളുടെയും വർക്കിംഗ് അവർ സൃഷ്ടിച്ചുകൊണ്ട് ലക്ഷങ്ങളും കോടികളും നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വിപണന രീതിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ നാട്ടിൽ പണ്ടുകാലം മുതൽ നടന്നു വരുന്ന പരമ്പരാഗത വിപണന രീതിയെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കേണ്ടതായുണ്ട്. പരമ്പരാഗത കച്ചവടം അഥവാ ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ ഫാക്ടറിയിൽ നിർമ്മിച്ച ഒരു ഉൽപ്പന്നം നാഷണൽ ഡിസ്ട്രിബ്യൂട്ടറിലേക്കും അവിടുന്ന് ക്ലിയർ ആൻഡ് ഫോർവേഡ് ഏജന്റിലേക്കും അവിടുന്ന് ജൂനിയർ ഡിസ്ട്രിബ്യൂട്ടർ, സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂട്ടർ, ഡിസ്ട്രിക്ട് ഡിസ്ട്രിബ്യൂട്ടർ വഴി ഹോൾസെയിലറിലേക്കും അവിടുന്ന് റീറ്റെയിൽ ഷോപ്പിലേക്കും ഉൽപ്പന്നം എത്തുന്നു. എന്നാൽ ഈ ഉൽപ്പന്നത്തെ പറ്റി ജനങ്ങൾ അറിയുന്നതിനായി ഒരു വലിയ പരസ്യവും കമ്പനി സെലിബ്രിറ്റികളെ വെച്ച് ചെയ്യിപ്പിക്കുന്നു. ഈ ഇടനിലക്കാർക്കും പരസ്യ കമ്പനിക്കും കൊടുത്ത 40% മുതൽ 60% വരെ റേറ്റ് എക്സ്ട്രാ കൊടുത്തുകൊണ്ടാണ് ഒരു സാധാരണക്കാരൻ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നത്. എന്നാൽ ഡയറക്ട് സെല്ലിംഗിൽ ഫാക്ടറിയിൽ നിർമ്മിച്ച ഒരു ഉൽപ്പന്നം ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിലേക്കും അവിടുന്ന് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുള്ള നമ്മളിലൂടെ കസ്റ്റമറിലേക്കും എത്തുന്നു. ഇവിടെ ഇടനിലക്കാർ ആവുന്നത് ഡിസ്ട്രിബ്യൂട്ടറും കസ്റ്റമേഴ്സും ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ ഏജന്റുമാർക്കും പരസ്യ കമ്പനികൾക്കും കൊടുത്തിരുന്ന 60% തുക നമ്മളിൽ ഓരോരുത്തർക്കും വീതിച്ചു നൽകുന്നു. അതുകൊണ്ട് തന്നെ ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും വലിയ ഒരു ബിസിനസ്മാൻ ആവാനുള്ള ഒരു അവസരമാണ് ഡയറക്ട് സെല്ലിംഗിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഡയറക്ട് സെല്ലിംഗ് 1940-ൽ സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് 100-ൽ പരം രാജ്യങ്ങളിൽ അതിശക്തമായി കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിപണന രീതിയാണ്. 1990-ൽ ഇന്ത്യയിലെത്തിയ ഈ വിപണന രീതി വളരെ ശക്തമായി കൊണ്ട് തന്നെ ജനങ്ങൾ ഏറ്റെടുത്ത് വളരെ വേഗത്തിൽ തന്നെ കുതിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായ സംഘടനയായിട്ടുള്ള ഫിക്കിയുടെ കണക്കനുസരിച്ച് 2025-ൽ ഇന്ത്യയിൽ 18 മില്യൺ യുവാക്കൾ ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കേരളത്തിലും വലിയ തരത്തിലുള്ള മാറ്റങ്ങളാണ് ഡയറക്ട് സെല്ലിംഗ് കൊണ്ടുവന്നിരിക്കുന്നത്. 2015 ജൂലൈ 29-ന് കേരള ഗവൺമെന്റ് ഒരു അസാധാരണ ഗസറ്റിലൂടെ ഡയറക്ട് സെല്ലിംഗ് മേഖലയെ കൂടുതൽ വ്യക്തിയുള്ളതാക്കി മാറ്റി. ഓഗസ്റ്റ് 2018-ൽ ഡയറക്ട് സെല്ലിംഗിനെ പറ്റി ഒരു അവബോധം സൃഷ്ടിക്കുന്നതിനായി ഒരു റെഫറൻസ് ബുക്കും കേരള ഗവൺമെന്റ് ഗിഫ്റ്റിന്റെ സഹായത്തോടുകൂടി പുറത്തിറക്കി. ഗുലാട്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ട്രാൻസാക്ഷൻ എന്ന ആ സ്ഥാപനം കേരള ഗവൺമെന്റിന് കീഴിൽ ജനങ്ങൾക്ക് അവബോധം സൃഷ്ടിക്കുവാൻ ക്ലാസുകൾ സംഘടിപ്പിച്ചു വരുന്നു. അതുപോലെ തന്നെ 28 ഡിസംബർ 2021-ൽ കേന്ദ്ര സർക്കാരും ഒരു ഗസറ്റിലൂടെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഒരു റെഗുലേഷൻ കൊണ്ടുവന്നു. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ സംഘടനയായിട്ടുള്ള വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷന്റെ ആനുവൽ റിപ്പോർട്ട് പ്രകാരം $150.5 ബില്യൺ ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇന്ന് രേഖപ്പെടുത്തുന്നത്. ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഇതേ കണക്ക് പ്രകാരം
2019 $2.47 ബില്യൺ രേഖപ്പെടുത്തി ലോകരാജ്യത്ത് 15ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇനി അങ്ങോട്ട് ഡാറ്റ സെൽ ഇൻഡസ്ട്രി എത്രമാത്രം മാർക്കറ്റുകളാണ് പിടിച്ചെടുക്കാൻ പോകുന്നത് എന്നത്. ഒരു നല്ല ഡാറ്റ സെൽ കമ്പനിയെ എങ്ങനെ തിരഞ്ഞെടുക്കാം? എന്തെല്ലാം ഗുണങ്ങളാണ് കമ്പനിക്ക് വേണ്ടത്? മികച്ച ഗുണമേന്മയുള്ള പ്രൊഡക്റ്റുകൾ കമ്പനിക്ക് ഉണ്ടായിരിക്കണം. വിജയിച്ച ട്രാക്ക് റെക്കോർഡ് ഇവർക്കുണ്ടായിരിക്കണം. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ബിസിനസ് പ്ലാൻ കമ്പനിക്ക് ഉണ്ടായിരിക്കണം. ഒരു കോമൺ എഡ്യൂക്കേഷൻ സിസ്റ്റം കമ്പനിക്ക് ഉണ്ടായിരിക്കണം. എക്സ്പീരിയൻസ് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് കമ്പനിക്ക് ഉണ്ടായിരിക്കണം. ഇത്തരത്തിൽ എല്ലാ ലക്ഷ്യങ്ങളും ഒത്തിണങ്ങിയ ഒരു മികച്ച കമ്പനിയാണ് ഇന്നിവിടെ പരിചയപ്പെടുത്തുവാൻ പോകുന്നത്. I am proudly introducing one of the best and fast growing business in India, that is MI Lifestyle Marketing Global Private Limited. MI Lifestyle Marketing Global Private Limited എന്ന ഈ കമ്പനി 2013 ഓഗസ്റ്റ് മാസം ന്യൂഡൽഹി ആസ്ഥാനമായി രജിസ്റ്റർ ചെയ്ത ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്നതിനായി 1000-ൽ പരം ഔട്ട്ലെറ്റുകളും ഷോപ്പുകളും ഓഫീസുകളും കമ്പനി ഇതിനകം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഗുണമേന്മയ്ക്കും സുരക്ഷിതത്വത്തിനുമുള്ള ആഗോള നിലവാര സൂചികയായിട്ടുള്ള ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റുകൾ അടക്കം നിരവധി സർട്ടിഫിക്കറ്റുള്ള ഒരു കമ്പനിയാണ് ഇത്. ശക്തമായ ഒരു ഗവേഷണ വിഭാഗം ഉള്ള കമ്പനിയാണിത്. വളരെ വലിയ R&D ബാക്കപ്പ് ഉള്ള ഈ കമ്പനിയുടെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഈ മേഖലയിൽ ഒരുപാട് വർഷത്തെ പരിചയമുള്ള നിരവധി ലോക നിലവാരമുള്ള കമ്പനികളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഹിന്ദുസ്ഥാൻ ലിവർ, യൂണിലിവർ, ഡാബർ അടക്കമുള്ള കമ്പനിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുടെയും ഡോക്ടേഴ്സിന്റെയും നിര തന്നെയാണ്. അതിൽ മിസ്റ്റർ KK രാജേഷ്, ഡോക്ടർ KC ഗോവർദ്ധൻ, ഡോക്ടർ പട്നാഗർ, പിന്നെ ആയുർവേദത്തിന്റെ അവസാന വാക്ക് എന്നറിയപ്പെടുന്ന 50 വർഷത്തിനു മേലെ ആയുർവേദ രംഗത്ത് എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ DB നാരായണൻ സർ അടക്കമുള്ള ഒരു വലിയ ടീം തന്നെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. പ്രധാനമായും വെൽനസ് പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്ന വെൽനസ് ബേസ്ഡ് കമ്പനിയാണ് MI Lifestyle Marketing Global Private Limited എന്ന ഈ കമ്പനി. നമ്മുടെ ഏറ്റവും വലിയ ബ്രാൻഡായ എലമെന്റ്സ് വെൽനസ് രാജ്യത്തെ ഏറ്റവും വലിയ മീഡിയ ഹബ്ബായിട്ടുള്ള ടൈംസ് ഓഫ് ഇന്ത്യയുടെ ബെസ്റ്റ് ഹെൽത്ത് കെയർ അവാർഡ്, ബെസ്റ്റ് ഹെൽത്ത് കെയർ ബ്രാൻഡ് ആയിട്ട് 2019, 2022 പിന്നെ 2024 തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ഉപയോഗിക്കുന്ന മരുന്നിനെ 2 തരത്തിലാണ് തിരിച്ചിരിക്കുന്നത്: ഇൽനസ് പ്രൊഡക്റ്റും വെൽനസ് പ്രൊഡക്റ്റും. രോഗം വന്നതിന് ശേഷം കഴിക്കുന്നതിനെ ഇൽനസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നു. എന്നാൽ രോഗം വരുന്നതിന് മുന്നേ ശരീരത്തിലെ എല്ലാ കുറവുകളെയും നികത്തി രോഗപ്രതിരോധ ശക്തി കൂട്ടി ശരീരത്തെ രോഗത്തിൽ നിന്നും തടഞ്ഞു നിർത്താൻ സഹായിക്കുന്ന പ്രൊഡക്റ്റുകളെയാണ് ഇവിടെ വെൽനസ് പ്രൊഡക്റ്റുകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന മാക്സിമം പ്രൊഡക്റ്റുകളും വെൽനസ് പ്രൊഡക്റ്റുകളാണ്. യാതൊരു വിധത്തിലുള്ള പാർശ്വഫലങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല റിസൾട്ടുകളാണ് ഇത് ഉപയോഗം ലഭിക്കുന്നത്. ഇതിൽ ആദ്യമായി പരിചയപ്പെടുവാൻ പോകുന്നത് എലമെന്റ്സ് വെൽനസ് എന്ന ബ്രാൻഡിനെ പറ്റിയാണ്. ലിവാഗെയിൻ ലിവറിന്റെ ആരോഗ്യത്തിന് ലിവർ കെയർ പ്രൊഡക്റ്റ് ആണ് ഇത്. ദഹനക്കുറവ്, നെഞ്ചരിച്ചൽ, പുളിപ്പുകെട്ടൽ, ഫാറ്റി ലിവർ പോലെയുള്ള ബുദ്ധിമുട്ടുകൾക്ക് വളരെ നല്ല ഒരു പ്രൊഡക്റ്റാണ് ലിവാഗെയിൻ. വുമൺ കമ്പനിയാണ്. സ്ത്രീകളുടെ പീരീഡ് സമയത്ത് ഉണ്ടാവുന്ന വയറുവേദന, നാഭിവേദന, മൂടുമാറ്റം പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി നല്ല ഒരു ആരോഗ്യം പ്രദാനം ചെയ്യുന്നു. സ്ത്രീകളുടെ കൂട്ടുകാരി എന്ന പേരിൽ ഇതറിയപ്പെടുന്നു. കഫ്നിൽ ചുമ, കഫക്കെട്ട് പോലെയുള്ള ബുദ്ധിമുട്ടുകൾക്ക് കൊടുക്കുവാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ് കഫ്നിൽ. ആൽക്കഹോൾ കണ്ടന്റോ സ്റ്റിറോയിഡ് കണ്ടന്റോ തീരെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ കൊടുക്കുവാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് കഫ്നിൽ. മൾട്ടിഗാർഡ് ബ്ലഡ് പ്യൂരിഫയർ രക്തം ശുചീകരിക്കുന്നത് കൊണ്ട് തന്നെ സ്കിൻ അലർജി, ചൊറിച്ചിൽ പോലുള്ള അസുഖങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് മൾട്ടിഗാർഡ് ബ്ലഡ് പ്യൂരിഫയർ. വൗണ്ട് ഹീലിംഗ് ക്രീം എല്ലാ വീടുകളിലും സൂക്ഷിക്കേണ്ടതും ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിവുകളെയും പൊള്ളലുകളെയും കരിയിക്കാൻ സഹായിക്കുന്ന ഒന്നാണിത്. പ്രത്യേകിച്ചും ഷുഗർ പേഷ്യന്റിൽ നല്ല റിസൾട്ടാണ് ഇത് ഉപയോഗം വഴി ലഭിക്കുന്നത്. നോവേദന ജെൽ മുട്ടുവേദന, നടുവേദന, ജോയിന്റ് പെയിൻ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ പുറമേ പുരട്ടാകുന്ന ഒരു ഉൽപ്പന്നമാണ് നോവേദന ജെൽ. മേൻ ശക്തിമാൻ പുരുഷന്മാരിൽ ഉണ്ടാക്കുന്ന വന്ധ്യത പ്രശ്നം, ഉദാഹരണക്കുറവ്, കൗണ്ട് കുറവ് പോലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്നതും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നതുമായ ഒരു ഉൽപ്പന്നമാണ് മേൻ ശക്തിമാൻ. മാനസിക പിരിമുറുക്കം അഥവാ സ്ട്രെസ്സിനെ കുറക്കാനുള്ള 5 സ്ട്രെസ്, മുട്ടുവേദന, നടുവേദന, ജോയിന്റ് പെയിൻ പോലുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഉള്ളിൽ കഴിക്കാവുന്ന നോവേദന ക്യാപ്സൂൾ കുടലിന്റെ രോഗപ്രതിരോധ ശക്തിയെ കൂട്ടുവാനും ദഹന പ്രക്രിയ മെച്ചപ്പെടുത്തുവാനുള്ള ഇമ്മ്യൂണോ 3+, ഹൃദയത്തിന്റെ ആരോഗ്യവും ശക്തിയും പ്രവർത്തനക്ഷമതയും ഒക്കെ കൂട്ടുവാനുള്ളതും കൊളസ്ട്രോൾ പേഷ്യൻസിന് ഉപയോഗിക്കുവാൻ പറ്റുന്നതും എന്നാൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നതുമായ ഒരു ഉൽപ്പന്നമാണ് ബെൽഹാർട്ട്. കാലിന്റെ വിണ്ടുകീറൽ മാറ്റാനുള്ള ആയുഹീൽ, ജലദോഷം, അലർജി പോലുള്ള പ്രശ്നങ്ങൾക്ക് മൂക്കിൽ ഉപയോഗിക്കാവുന്ന പ്രോനാസിക, കണ്ണിന്റെ ആരോഗ്യത്തിന് കണ്ണിൽ ഉപയോഗിക്കാവുന്ന ഐ എനർജി. ഇന്ത്യയിലെ തന്നെ ഒന്നാമത്തേതും
കെമിക്കലുകളോ സ്റ്റിറോയിഡ് കണ്ടന്റുകളോ ഒന്നും തന്നെ അടങ്ങിയിട്ടില്ലാത്ത ഉപയോഗിച്ചവർക്കൊക്കെ നല്ല റിസൾട്ട് ലഭിച്ചിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് എലമെന്റ് വെൽനസ് പ്രോട്ടീൻ പൗഡർ. അടുത്തത് വെൽനസ് കാറ്റഗറിയിൽ തന്നെ വരുന്ന ഓൺ ആൻഡ് ഓൺ എന്ന ബ്രാൻഡിനെ ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ മെറ്റാബോളിസത്തെ മാനേജ് ചെയ്യാൻ മോറോ ഓറഞ്ച് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് മോറോ ലൈഫ്. ഇത് വെയിറ്റ് മാനേജ് ചെയ്യുവാൻ കൂടി സഹായിക്കുന്നു. പൊണ്ണത്തടി കൊണ്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് കൊടുക്കുവാൻ പറ്റിയ ഒരു ഉൽപ്പന്നമാണ് മോറോ ലൈഫ്. നമ്മുടെ പ്രൊഡക്റ്റുകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന 95 ആണ് അടുത്തത്. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഒറാക്ക് വാല്യൂ അടങ്ങിയിട്ടുള്ളത് ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുള്ളതുമായ ഒരു ഹെൽത്ത് ഡ്രിങ്കാണ് 95. ഡോക്ടർമാർ പോലും കൈവിട്ട രോഗികൾക്ക് 95 കൊടുക്കുക വഴി അവരുടെ ആരോഗ്യം തിരിച്ചു കിട്ടിയിട്ടുമുണ്ട്. ഷുഗർ പേഷ്യന്റിന്റെ വരദാനം എന്ന് കൂടി അറിയപ്പെടുന്ന ഡൈവ ലൈഫാണ് അടുത്തത്. ഷുഗർ അഥവാ ഡയബറ്റിനെ മാനേജ് ചെയ്യുവാനും ഗ്ലോബൽ പാറ്റന്റ് കൂടി ലഭിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഡൈവ ലൈഫ്. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ കൊടുക്കാവുന്നതും ഏറ്റവും കൂടുതൽ പ്രതിരോധ ശക്തി കൂട്ടുവാൻ സഹായിക്കുന്നതും കൊറോണ കാലത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു ഉൽപ്പന്നം കൂടിയാണ് കവചപ്രാശ്. പേഴ്സണൽ കെയർ പ്രൊഡക്റ്റുകളെ പറ്റിയാണ് ഇനി ഞങ്ങൾ പരിചയപ്പെടുവാൻ പോകുന്നത്. രാവിലെ മുതൽ രാത്രി വരെ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉപകാരപ്പെടുന്ന 100 കണക്കിന് ഉൽപ്പന്നങ്ങളാണ് എലമെന്റ്സ് വെൽനസ്, ഓൺ ആൻഡ് ഓൺ, ന്യൂ സ്റ്റാർ എന്ന ബ്രാൻഡുകൾ നമുക്ക് വേണ്ടി ഇവിടെ മാർക്കറ്റ് ചെയ്യുന്നത്. ഇതിൽ ടൂത്ത് പേസ്റ്റ്, ഡേ ക്രീം, നൈറ്റ് ക്രീം, ഫെയർനെസ് ക്രീം, ഫേസ് വാഷ്, അണ്ടർ ഐ ജെൽ, ഷാംപൂ തുടങ്ങിയ ഒരുപാട് പ്രൊഡക്റ്റുകളാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ വീടുകളിലേക്ക് ആവശ്യമായി വരുന്ന ഫ്ലോർ ക്ലീനർ, ടോയ്ലറ്റ് ക്ലീനർ, വാഷിംഗ് ലിക്വിഡ് പോലുള്ള ഒട്ടനവധി പ്രൊഡക്റ്റുകളാണ് MI Home എന്ന ബ്രാൻഡ് നമുക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്ത്യോഗ്ര എന്ന പ്രൊഡക്റ്റ് കൃഷി സംബന്ധമായിട്ടുള്ള ഓർഗാനിക് പ്രൊഡക്റ്റുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ തന്നെ ഒട്ടനവധി കൃഷിക്കാർ ഈ ഉൽപ്പന്നത്തെ സ്വന്തം നെഞ്ചോട് ചേർത്ത് പിടിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഈ കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന ഒരുവിധത്തിൽ എല്ലാ പ്രൊഡക്റ്റുകളെ പറ്റിയും ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഈ ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ബിസിനസ് എങ്ങനെ ചെയ്യാം എന്ന് നമ്മളെ ഓൺലൈനായി പഠിപ്പിക്കുന്നതിനായി MI Digi World എന്ന ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോം, ഹാർവേസ്റ്റ് സക്സസ് അക്കാഡമി എന്ന ഓഫ്ലൈൻ പ്ലാറ്റ്ഫോം കമ്പനി ഇവിടെ നമുക്ക് വേണ്ടി ഒരുക്കി തരുന്നത്. അടുത്തത് ഈ ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്ന് മനസ്സിലാക്കാം. ഇതിനായി കമ്പനി വെബ്സൈറ്റായ www.milifestylemarketing.com ഒരു സ്പോൺസറുടെ സഹായത്തോടുകൂടി പേര് രജിസ്റ്റർ ചെയ്യുക. പേര് രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി 10 അംഗ ഒരു യൂണിക് ID അഥവാ യൂസർ ID നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെ യൂസർ ID സ്വന്തമാക്കിയ ഒരു വ്യക്തിയെ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടർ അഥവാ വിതരണക്കാരനായി കണക്കാക്കുന്നു. ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ടറായി വന്ന ഒരു വ്യക്തിക്ക് 6 തരം ബെനിഫിറ്റുകളാണ് കമ്പനി നൽകുന്നത്. റീറ്റെയിൽ പ്രോഫിറ്റ്, സെയിൽസ് ടേൺ ഓവർ ബോണസ്, റാങ്ക് ഇൻകം, പെർഫോമൻസ് ബോണസ്, ലോയൽറ്റി ബോണസ്, റോയൽറ്റി ഇൻകം. ഇനി നമുക്ക് ഒന്നാമത്തെ ഇൻകമായ റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് മനസ്സിലാക്കാം. കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന 100ഓളം വരുന്ന ഉൽപ്പന്നങ്ങൾ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിൽ 10 മുതൽ 40% ഡിസ്കൗണ്ടോടുകൂടി വാങ്ങി അത് MRP റേറ്റിൽ കൊടുക്കുകയാണെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിന് MRPക്കും ഇടയിൽ വരുന്ന വേരിയേഷനാണ് ഇവിടെ റീറ്റെയിൽ പ്രോഫിറ്റ്. ഉദാഹരണത്തിന് 1000 രൂപ MRP വരുന്ന ഒരു പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് 600 രൂപയ്ക്ക് ലഭിച്ചു എന്ന് വിചാരിക്കുക. ആ പ്രൊഡക്റ്റ് മറ്റുള്ളവർക്ക് 1000 രൂപയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതിനിടയ്ക്ക് വരുന്ന 400 രൂപയാണ് ഇവിടെ റീറ്റെയിൽ പ്രോഫിറ്റ്. ഇതിൽ എത്ര വാങ്ങിക്കണം, എത്ര കൊടുക്കണം എന്നത് നിങ്ങളാണ് നിശ്ചയിക്കേണ്ടത്. അടുത്ത ഒരു വരുമാനമാണ് സെയിൽസ് ടേൺ ഓവർ ബോണസ്. സെയിൽസ് ടേൺ ഓവർ ബോണസ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ ബിസിനസ് വോളിയം എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടതായുണ്ട്. ഇന്ത്യാഗ്രോ, എലമെന്റ്സ്, ഓൺ ആൻഡ് ഓൺ, ഹലോ തുടങ്ങിയ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിന്റെ 75% ബിസിനസ് വോളിയമാണ് ഇവിടെ കണക്കാക്കുന്നത്. എന്നാൽ ആഹാർ, ന്യൂ സ്റ്റാർ, MI Home തുടങ്ങിയ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിന്റെ 35% ബിസിനസ് വോളിയമാണ് ഇവിടെ കണക്കാക്കുന്നത്. ബിസിനസ് വോളിയം എന്നത് നിങ്ങളെ നടക്കുന്ന ബിസിനസിനെ അളക്കാനുള്ള ഒരു മാനദണ്ഡമാണ്. ഇപ്പോൾ പറഞ്ഞ സെയിൽസ് ടേൺ ഓവർ ബോണസ് ലഭിക്കുന്നതിനായി എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാം. ഒരു ഡിസ്ട്രിബ്യൂട്ടർ അദ്ദേഹത്തിന്റെ മിനിമം 2 ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന വരുമാനമാണ് സെയിൽസ് ടേൺ ഓവർ ബോണസ്. നിങ്ങളുടെ ഓർഗനൈസേഷൻ 1ലും ഓർഗനൈസേഷൻ 2ലും കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്കുണ്ടായ നല്ല അനുഭവങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയും അതനുസരിച്ച് അവർ വാങ്ങിച്ച് ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളുടെ ഓർഗനൈസേഷൻ 1ൽ 10,000ന്റെയും ഓർഗനൈസേഷൻ 2വിൽ നിങ്ങൾ പറഞ്ഞ പ്രകാരം 2 പേർ വന്ന് 5000ന്റെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഓർഗനൈസേഷൻ 1ലെ 10,000 ഓർഗനൈസേഷൻ 2വിലെ 10,000 മാച്ച് ചെയ്ത് അതിന്റെ 12% 1200 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നു.
ഇതുപോലെ അടുത്ത ആഴ്ചയിൽ നിങ്ങൾ സ്വയം വാങ്ങുന്നതോ നിങ്ങളുടെ കൂടെ വന്നവർ വാങ്ങിക്കുന്നതോ ആയ പ്രൊഡക്റ്റിന്റെ ബിസിനസ് വോളിയം ഓർഗനൈസേഷൻ 1-ൽ 20,000 ഓർഗനൈസേഷൻ 2-ൽ 20,000 ആവുകയാണെങ്കിൽ അടുത്ത ആഴ്ച നിങ്ങൾക്ക് 20,000 ബിസിനസ് വോളിയത്തിന്റെ മാച്ചിങ് ഇൻകം 12% 2,400 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നു. അതുപോലെ നിങ്ങളുടെയും നിങ്ങളുടെ കൂടെ വന്നവരുടെയും ഹാർഡ് വർക്ക് വഴി നിങ്ങളുടെ ടീം ഡെവലപ്പായി ഓർഗനൈസേഷൻ 1-ൽ 1,00,000-ന്റെയും ഓർഗനൈസേഷൻ 2-ൽ 2,00,000-ന്റെയും ബിസിനസ് നടക്കുകയാണെങ്കിൽ മാച്ചിങ് ബിസിനസ് വോളിയം 1,00,000-ന് 12% 12,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നു. എന്നാൽ ഓർഗനൈസേഷൻ 2-ൽ ബാക്കിയായ 1,00,000 രൂപ അടുത്ത ആഴ്ചയിലേക്ക് ക്യാരി ഫോർവേഡായി നീക്കിവെക്കുന്നു. ഇങ്ങനെ നിങ്ങളുടെയും നിങ്ങളുടെ ടീമിന്റെയും ആത്മാർത്ഥമായ ഹാർഡ് വർക്ക് വഴി ഒരു പ്രത്യേക ആഴ്ച ഓർഗനൈസേഷൻ 1-ൽ 5,00,000-ന്റെയും ഓർഗനൈസേഷൻ 2-ൽ 4,00,000-ന്റെയും ബിസിനസ് വോളിയം വന്നു എന്ന് കരുതുക. ഓർഗനൈസേഷൻ 2-ൽ 4,00,000-ഉം കഴിഞ്ഞ ആഴ്ച ക്യാരി ഫോർവേഡ് വന്ന് 1,00,000-ഉം കൂട്ടി 5,00,000 ബിസിനസ് വോളിയം ഓർഗനൈസേഷൻ 2-ലും 5,00,000 ബിസിനസ് വോളിയം ഓർഗനൈസേഷൻ 1-ലെയും മാച്ചിങ് ഇൻകം 12% 60,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നു. ഈ രീതിയിൽ നിങ്ങളും നിങ്ങളുടെ ടീമും ശക്തമായ പ്രവർത്തിക്കുക വഴി നിങ്ങളുടെ ടീം മറ്റു ജില്ലകളിലേക്കും മറ്റു സംസ്ഥാനങ്ങളിലേക്കും ഒക്കെ വളരുവാൻ തുടങ്ങുന്നു. സംതൃപ്തരായ ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടേഴ്സും കസ്റ്റമേഴ്സും അടങ്ങുന്ന ഒരു മികച്ച ടീം ഡെവലപ്പ് ചെയ്യുക വഴി ഒരു പ്രത്യേക ആഴ്ചയിൽ ഇവരുടെ എല്ലാവരുടെയും ബിസിനസ് വഴി നിങ്ങളുടെ ഓർഗനൈസേഷൻ 1-ലും ഓർഗനൈസേഷൻ 2-ലും 10,00,000 ബിസിനസ് പോലെ മാച്ച് ആവുകയാണെങ്കിൽ 10,00,000-ന്റെ 12% 1,20,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നു. ഇതുപോലെ ഒരു പ്രത്യേക ആഴ്ച ഓർഗനൈസേഷൻ 1-ലും ഓർഗനൈസേഷൻ 2-ലും 17,50,000 ബിസിനസ് പോലെ മാച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇതിന്റെ 12% സെയിൽ ടേണർ ബോണസിന്റെ മാക്സിമം എമൗണ്ട് ആയ 2,10,000 രൂപ ക്രെഡിറ്റ് ആവുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് വെറും ഒരാഴ്ച വരുമാനം മാത്രമാണ്. ഇതൊരു മാസത്തേക്ക് കണക്കാക്കുമ്പോൾ 8,40,000 രൂപയാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നത്. ഒരു പാൻ കാർഡ് വഴി ഒരു വ്യക്തിക്ക് 3 ID ഇവിടെ ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കും. കൃത്യമായ പ്ലാനോടുകൂടി പ്രവർത്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ 3 IDയുമായി 8,40,000 നേടിയെടുക്കുവാൻ സാധിക്കും എന്നതാണ് ഈ ബിസിനസിന്റെ പ്രത്യേകത. അടുത്ത ഒരു ഇൻകമാണ് പെർഫോമൻസ് ബോണസ്. ഇത് നിങ്ങളുടെ ഒരു മാസത്തെ പെർഫോമൻസിനെ അടിസ്ഥാനമാക്കിയാണ് നൽകുന്നത്. 6 മാസം തുടർച്ചയായി പെർഫോമൻസ് ബോണസ് നേടുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന മറ്റൊരു വരുമാനമാണ് സ്റ്റാർ പെർഫോമൻസ് ബോണസ്. നിങ്ങളുടെ ടേൺ ഓവറിനെയും റാങ്കിനെയും അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് ലഭിക്കുന്ന റാങ്ക് ഇൻകം, മാസ വരുമാനമായി ലഭിക്കുന്ന ലോയൽറ്റി ബോണസ്, നിങ്ങൾ ഡയമണ്ട് റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാസ വരുമാനമായി ലഭിക്കുന്ന ഡയമണ്ട് ലോയൽറ്റി ബോണസും ലഭിക്കുന്നു. തലമുറകളോളം വലിയ ഒരു ഇൻകം തന്നെ നേടിയെടുക്കുവാൻ സാധിക്കുന്ന വലിയ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലാണ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞോ അറിയാതെയോ എത്തിപ്പെട്ടിരിക്കുന്നത്. ഈ കമ്പനിയുടെ ബിസിനസ് പ്ലാനിലെ ഏറ്റവും വലിയ മനോഹാരിത എന്ന് പറയുന്നത് ഇതിലെ നോമിനേഷൻ ഫെസിലിറ്റിയാണ്. നിങ്ങളുടെ അഭാവത്തിൽ പോലും നിങ്ങളുടെ 2 തലമുറ വരെ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന എല്ലാ ഇൻകവും നിങ്ങളുടെ നോമിനിക്ക് ലഭിക്കുന്നു. ഇതൊന്നും കൂടാതെ തന്നെ ആക്റ്റീവായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആക്സിഡന്റിൽ ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ കമ്പനി ഇവിടെ 3 ലക്ഷം മുതൽ റാങ്ക് അനുസരിച്ച് ആക്സിഡന്റ് ഇൻഷുറൻസ് കവറേജും അവരുടെ കുടുംബത്തിന് നൽകുന്നു. ഇത്രയും കാര്യങ്ങൾ ഞാൻ മുന്നേ സൂചിപ്പിച്ച ഒരു മികച്ച കമ്പനി തിരിച്ചറിയുവാൻ വേണ്ട ടോപ്പ് ക്വാളിറ്റി പ്രോഡക്റ്റ്, പ്രൂവൺ ട്രാക്ക് റെക്കോർഡ്, ഈസി ഓഫ് ഡൂയിങ് ബിസിനസ്, കോമൺ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഹൈ ക്വാളിറ്റി മാനേജ്മെന്റ് ആൻഡ് ലീഡേഴ്സ്, അട്രാക്റ്റീവ് ബിസിനസ് പ്ലാൻ തുടങ്ങി എല്ലാ പാരാമീറ്റേഴ്സും ഫുൾഫിൽ ചെയ്യുന്ന ഒരു മികച്ച ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് MI ലക്ഷം മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് നിങ്ങൾക്ക് ഇതിനകം മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ ISO 9001 2015 ക്വാളിറ്റി മാനേജ്മെന്റ് അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു കമ്പനിയാണിത്. ഫിക്കിയുടെ ഒരു പ്രൗഡ് മെമ്പർ കൂടിയാണ് ഈ കമ്പനി. ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷന്റെ ഒരു ഫെല്ലോ മെമ്പർ കൂടിയാണ് ഈ ഒരു കമ്പനി. കേരള ഗവൺമെന്റിന്റെ വികസന പദ്ധതിയായിട്ടുള്ള സ്കിൽ ഇന്ത്യയുമായിട്ട് ആദ്യമായി സൈൻ ചെയ്ത ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് MI ലക്ഷം മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഈ കമ്പനി. കൂടുതലായി ഈ കമ്പനിയെ പറ്റി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ www.milocellmarketing.com എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇത്രയും സമയം പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. ഇവിടെ വെച്ച് നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാം. ഇത്രയും നാളും ജീവിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം, അതോ എല്ലാ സ്വപ്നങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുന്ന MI ലക്ഷം മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഈ കമ്പനി തിരഞ്ഞെടുക്കണം എന്നത് തീരുമാനം നിങ്ങളുടേതാണ്. എന്നെ ഇവിടെ നിന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ധനീഷ്, സ്ഥലം കണ്ണൂർ കാപ്പാട്. ഇപ്പോൾ ATC റാങ്കിൽ വർക്ക് ചെയ്യുന്നു. എന്നെ ഈ ബിസിനസ് അവസരം പരിചയപ്പെടുത്തിയത് ദീപ്ന മേഡവും വിജയ് മേഡവുമാണ്. ഈ അവസരത്തിൽ അവർക്കും
എന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ലീഡേഴ്സിനും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഹൃദയത്തിൽ തൊട്ടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എന്നെ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നല്ല ഒരു വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ്. താങ്ക് യു.